ഡോക്ടേഴ്സ് ഞങ്ങൾ പറയാറുണ്ട്, ജെനറ്റിക്കലി കിട്ടുന്ന അസുഖങ്ങൾ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല എന്ന്. മറ്റുള്ളതൊക്കെ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെയാണ് ജെനറ്റിക്കലി കിട്ടുന്ന സൽഗുണങ്ങളും. നമ്മൾ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് കണ്ടില്ലേ? എന്തുകൊണ്ട് നമുക്ക് സമൂഹത്തിന് അങ്ങനെ ചെയ്തുകൂടാ? ഒരു മോട്ടിവേഷൻ വന്നില്ല ശരിക്കും നമുക്ക്? അത് ഇപ്പോൾ ഉള്ള ട്രസ്റ്റ് മെമ്പേഴ്സ് തുടങ്ങിയതല്ല. അതാ ഞാൻ പറഞ്ഞത്, ജെനറ്റിക്കലി കിട്ടിയ, ജീനിൻ്റെ കോഡിൽ കിട്ടിയ, സമൂഹത്തിന് നന്മ ചെയ്യണം എന്ന് ജെനറ്റിക്കലി കിട്ടിയതാ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആരെങ്കിലും ഇടപെട്ടിട്ടോ അതല്ലെങ്കിൽ വേറെ ഒരു പ്രതിസന്ധി വന്നാലോ നീങ്ങിപ്പോകുന്ന സംഭവങ്ങളല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ ഈ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആശ്വാസം കിട്ടിയ വ്യക്തിയാണ്. ഞങ്ങൾ 2007 IMB വെച്ചിട്ട് ഡയാലിസിസ് തുടങ്ങുമ്പോൾ ബഹുമാന്യനായ സമദ് ഖാനോട് പറഞ്ഞു, ഡയാലിസിസ് തുടങ്ങാൻ നമുക്ക് മെഷീൻസ് വേണം, 6 ലക്ഷം രൂപയുടെ മെഷീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഷംസ് സാഹിബിനെ വിളിച്ചിട്ട് നമുക്ക് 2 മെഷീൻ ഡയാലിസിന് വേണ്ടി കൊടുക്കണമല്ലോ IMBക്ക് എന്ന് പറയുകയും, ആ 2 മെഷീനാണ് സത്യത്തിൽ IMB എന്ന പ്രസ്ഥാനത്തിന് ഡയാലിസിസ് സെൻ്ററുകൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും സഹായിച്ചത്. അന്ന് പാവങ്ങൾക്ക് പൈസ വാങ്ങാതെ, ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്നു കേട്ടോ. IMBയുടെ കീഴിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ 1000കണക്കിന് ഡയാലിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ജെനറ്റിക്കലി കിട്ടുന്ന ചില പോയിന്റ്സ് അത് തലമുറകളായിട്ട് നിലനിർത്തുമ്പോഴാണ് ആ വ്യക്തിത്വങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ വിജയിക്കുക. ഒന്നും ലാഭേച്ഛയില്ലാതെ ഒരു ഡയാലിസിസ് 2 ഡയാലിസിസ് മെഷീൻ തന്നിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊരു നന്മയുടെ വശങ്ങളായതുകൊണ്ട് പിന്നെ 100 കണക്കിന് മെഷീന് നമ്മൾക്ക് ഡയാലിസിന് വേണ്ടി കിട്ടി. ഇന്നും IMB എന്ന പ്രസ്ഥാനം, ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് എന്ന പ്രസ്ഥാനം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഡയാലിസിസ് സെൻ്ററുകൾ സ്ഥാപിച്ചു. ബഹുമാനനെ ET മുഹമ്മദ് ബഷീർ സാഹിബ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ എന്നെയും ഡോക്ടർ മുഹമ്മദ് സിനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഈ ഡയാലിസിസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തിരൂർ അത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഈ തറവാടിന്, അതാണ് തറവാടിത്തം എന്നൊക്കെ പറയുന്നത്, നമ്മളെ പിടിച്ചു വാങ്ങുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് അഹങ്കാരത്തിൻ്റെ ഭാഷയിലല്ല പറഞ്ഞത്, ഇപ്പോൾ ആവശ്യമില്ല, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം, നിങ്ങളുടെ സഹകരണം വേണം. ഒരു രോഗിനെയല്ലേ പലപ്പോഴും നമ്മൾ ചികിത്സിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അത് നമ്മളൊരു വലിയ പ്രശ്നം ആക്കി മാറ്റാതെ മാനസികമായിട്ട് നമ്മൾ അവരോട് സഹകരിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.